ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ 1 കിലോ, ഉള്ളി അരിഞ്ഞത് 1 കപ്പ്, കറിവേപ്പില 1 പിടി, ഇഞ്ചി 2 കഷ്ണം, വെളുത്തുള്ളി അല്ലി 3 എണ്ണം, പിന്നെ പച്ചമുളക് അരിഞ്ഞത് 2 എണ്ണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചതച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീനിലോട്ടേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറവാണ് വേണ്ടവരെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞ തീയിലൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വരാനായിട്ട്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടിയ തീയിൽ ഒരു നന്നായിട്ട് ഇളക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒന്ന് മുകളിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഡ്രൈ ആവണം, കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം.